അടുത്ത് വായിച്ച ഒരു ബുക്കായിരുന്നു ഇക്കിഗായ്. ജപ്പാനിലെ ജീവിത രഹസ്യങ്ങൾ പറയുന്ന ഒരു ബുക്കാണ്. ഇതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ 10% വളർച്ചയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ 100% വളർച്ച കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല മേഖലയിലും ഒന്ന് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ 10%, ഒരു 20% ആയിരിക്കും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ 100% ആവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഈ പോയിന്റ് വരാനുള്ള ഒരു കാരണം, അന്നത്തെ ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു വിഷയത്തിലാണ് വരുന്നത്. അന്ന് മുന്നോട്ട് വെച്ചത് വെറും മണിക്കൂറിൽ 10 കിലോമീറ്റർ ഓടുന്ന ട്രെയിനിനെ മണിക്കൂറിൽ 200 കിലോമീറ്റർ ഓടുന്ന ട്രെയിനിനെ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ റെയിൽവേയുടെ ആവശ്യം. അവരുടെ എഞ്ചിനീയർമാരുമായിട്ട് പങ്കുവെക്കുമ്പോൾ എഞ്ചിനീയർമാർ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് 10 കിലോമീറ്റർ ഓടുന്ന ട്രെയിനിനെ 200 കിലോമീറ്റർ എന്ന ആ വലിയ അസാധ്യമായ കണക്കിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവർ ചിന്തിച്ചത്. അങ്ങനെയായിരുന്നു ആ എഞ്ചിനീയർമാർ വല്ലാതെ അത്ഭുതപ്പെട്ടത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരത് കാഴ്ചവെക്കുകയും അന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ അവർ ലോകത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. മാസം 20,000 രൂപ സമ്പാദിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിക്കുന്നത് ഒരു 22,000 അല്ലെങ്കിൽ ഒരു 25,000 എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ഒരു ചെറിയ ടെക്നിക്ക് ആയിരിക്കും. ഒരു 10% അല്ലെങ്കിൽ ഒരു 20% വളർച്ചയായിരിക്കും അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യുന്ന ജോലിയിൽ കുറച്ചും കൂടെ ഒന്ന് എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ചും കൂടെ കൂടുതൽ സമയം ചെയ്താൽ തന്നെ ചിലപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നത് ആ 20,000 എന്നുള്ളതിൻ്റെ ആ ലക്ഷ്യത്തെ 2,00,000 എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറ്റുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ആവുക. കാരണം 2,00,000 എന്നുള്ള ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്ന ജോലി അവർക്ക് ചെയ്താൽ പോരാ, ഇന്ന് ചെയ്യുന്ന ബിസിനസ്സുകൾ ചെയ്താൽ പോരാ, ഇന്ന് പഠിച്ച ബുക്കുകൾ പഠിച്ചാൽ പോരാ, ഇന്ന് ചെയ്യുന്ന സ്കില്ലുകളൊന്നും പോരാ. അതിന് ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വേണ്ടി വരും. അതാണ് ഈ ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ വിജയം. അഥവാ നമ്മൾ ഷോർട്ടായിട്ടുള്ള സക്സസ്സുകൾ എപ്പോഴും വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ എഫിഷ്യൻസിയെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, നമ്മുടെ കഴിവിനെയാണ്. നമുക്ക് കഴിവ് കുറഞ്ഞതാണ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എപ്പോഴും വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഷോർട്ടായിട്ടുള്ള സ്റ്റെപ്പായിട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒരു ലോങ് ആയിട്ടുള്ള ഒരു അക്കത്തിലേക്ക് വെക്കുക. മെല്ലെ നടക്കുകയാണെങ്കിലും പക്ഷേ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും വലിയതായിരിക്കണം. അതാണ് ജപ്പാൻകാർ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് വിജയിച്ച ഒരു സാധനമാണ് ബുള്ളറ്റ് ട്രെയിൻ ചിന്താഗതി എന്നുള്ളത്. അതാണ് ഈ ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അഥവാ ജീവിതത്തിൽ 10% വളർച്ചയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ 100% ലഭിക്കാൻ എന്ത് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ 100%ത്തിലേക്ക് നമ്മൾ ഓടുമ്പോൾ ഒരു 50% പിന്നിട്ടുള്ളൂ എങ്കിലും നമ്മുടെ ആദ്യത്തേതിനേക്കാൾ ഒരു കുറച്ചൊക്കെ ബഹുദൂരം നമ്മൾ മുന്നിലായിരിക്കും. അതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിൽ വെക്കുമ്പോൾ നല്ലൊരു ടാർഗറ്റ് ആയിരിക്കണം വെക്കേണ്ടത്. ഇതൊന്ന് ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും.